പണ്ട് തൊട്ടേ സിനിമയിലേക്ക് വരാൻ തന്നെയായിരുന്നോ ആഗ്രഹം? അതെയോ ആസിഫ്ക്ക എങ്ങനെ സിനിമയിൽ സക്സസ്ഫുൾ ആയി, അല്ലെങ്കിൽ അതുകൊണ്ടാണോ സിനിമയിലേക്ക് വരണം എന്നൊരു ആഗ്രഹം വന്നത്? സിനിമ ആ, സിനിമ വരുന്നവരെ എനിക്കിതൊരു സ്വപ്നമാണ്. നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നു. ഇവരൊക്കെ ശരിക്കുള്ളവരാണോ, അല്ലെങ്കിൽ ഇങ്ങനെ സിനിമയിലേക്ക് ആൾക്കാരെ പുറത്തുനിന്ന് എടുക്കുന്നുണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. ഉം, ഉം. സിനിമ വന്നപ്പോഴാണോ ഇതിലിപ്പോ എല്ലാവർക്കും കയറി പറ്റാൻ പറ്റാം. പറ്റും എന്നൊക്കെ ഒരു ഐഡിയയും. ഞാൻ 10th എന്താ പഠിക്കുമ്പോഴാണ് ഇക്കടെ ഫസ്റ്റ് മൂവി ഇറങ്ങുന്നത്. ഉം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്കൂളിലൊക്കെ ഞാൻ ഭയങ്കര സൈലന്റ് ആയിരുന്നു. കോളേജിൽ പോയപ്പോഴാണ് ഞാൻ ഇതൊന്ന് മുതലെടുത്ത് തുടങ്ങിയത്. ആ, ആ, എന്തൊക്കെ മുതലെടുത്തിട്ടുണ്ട്? നമ്മൾ ഇതൊന്നും മുതലെടുക്കണ്ട, നമ്മുടെ കൈ കൊണ്ട് തന്നു എല്ലാരും. പിന്നെ ഞാൻ പഠിച്ച കോളേജ്, പഠിച്ച കോളേജിൽ തന്നെയാണ് ഞാനും പഠിച്ചത്. അപ്പൊ ഇക്കാരം പഠിപ്പിച്ച അതേ ടീച്ചേഴ്സായിരുന്നു എന്നെയും പഠിപ്പിച്ചത്. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അഡ്മിഷൻ കിട്ടുന്ന കേരളത്തിലെ ഒരേ ഒരു കോളേജും അത് മാത്രമായിരുന്നു. വേറെ എവിടെയും എനിക്ക് എന്നെ അടുപ്പിച്ചിട്ടില്ല. കാര്യം അത്ര നല്ല പെർസെന്റേജ് ആയിരുന്നു 10th 12th ഒക്കെ എനിക്ക്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ഹോസ്റ്റൽ ജീവിതവും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മള് നല്ല തകർത്ത് എന്തെങ്കിലുമൊക്കെ കുറെ തമാശ കാണൂല്ലോ, അതൊക്കെ തന്നെ. ഓക്കെ. അപ്പം ഇപ്പൊ ഫസ്റ്റ് മൂവി ഹണിബി 2.5 ആണ്. പിന്നെ അതിനുശേഷം കാമുകി ചെയ്തു. പക്ഷെ ഇതൊക്കെ യൂട്യൂബിലായിക്കോട്ടെ, നമ്മൾ DVD-ലൊക്കെ കാണുമ്പോൾ ഇത് നമുക്ക് പ്രേക്ഷകർ നന്നായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള മൂവീസ് ആണ് ഇതൊക്കെ. പക്ഷെ ഇത് തിയേറ്ററിൽ അത്ര വിജയം ആവാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ സമയമായിരിക്കും, എനിക്കറിയില്ല. എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത സമയമായിരുന്നു. പിന്നെ എന്റെ ഏറ്റവും വലിയ അന്നത്തെ ഭാഗ്യം, അന്ന് ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു. ഇപ്പൊ ചിലർ, ഞാൻ രാത്രി ഞെട്ടിയൊക്കെ എഴുന്നേക്കാറുണ്ട്, ഓരോരുത്തരുടെ മുഖമൊക്കെ ഓർമ്മ വന്നിട്ട് പടം ഇറങ്ങുമ്പോ ഇവരൊക്കെ എന്നെ കൊല്ലും. ആരുടെ മുഖം പെട്ടെന്ന് ഓർമ്മ വരുന്നു? അയ്യോ ആരൊരു പേടി സ്വപ്നം? കോക്കാണോ? പിന്നെ ആരാ? അയ്യോ എനിക്ക് എല്ലാവരുടെയും മോഡുലേഷൻ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പൊ ഇവരുടെ സൗണ്ട് തുടങ്ങുമ്പോ തന്നെ എനിക്ക് ടെൻഷൻ, എന്തായിരിക്കും ഇവര് പറയുമ്പോ. എപ്പോഴും ഫ്രണ്ട്സ്, എന്റെ സിനിമ ഇറങ്ങുമ്പോ എന്റെ കോളേജ് ഫ്രണ്ട്സ് എനിക്ക് ഭയങ്കര ഫ്രണ്ട്സ് ഇഷ്ടം പോലെയാണ്. അപ്പൊ ഇവരൊക്കെ ഞാൻ വിളിച്ചിരുത്തും, ഇവരൊക്കെ ഞാൻ ഇങ്ങനെ ചുറ്റുവരുത്തും. ഫുൾ പടം കഴിയുമ്പോ എങ്ങനെ ഉണ്ടടാ. പിന്നെ ഞാൻ ആ ടോപ്പിക്കേ വിടും, ഇവരിവിടെ ചില്ലിയാന്നുള്ള ഒരിതേ ഉള്ളൂ. പക്ഷെ ഇനി എനിക്ക് നല്ല ടെൻഷനാണ്, ഈ റിവ്യൂ ഒക്കെ വന്ന് തുടങ്ങുമ്പോ അത് ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തേ പറ്റുള്ളൂ. കുറച്ച് പിന്നെ മെയിൻ ഒരു കാര്യം, ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. കാര്യം ഇങ്ങനെ ഇവര് തെറ്റുകൾ കണ്ടുപിടിക്കാൻ ഇവരുള്ളപ്പോ നമ്മൾ ശരിയാക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണല്ലോ. അപ്പൊ അപ്പോഴാണ് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചത്. ഇപ്പൊ തന്നെ വിശ്വസിക്കുന്നില്ലേ? ഇപ്പം പണ്ട് ചെയ്ത ഇതിൽ നിന്നും ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ടെന്ന് ഇപ്പൊ വിശ്വസിക്കുന്നില്ലേ ആക്ടിങ് ഒക്കെ? അപ്പൊ ഇപ്പം ഈ ഒരു പൊസിഷനിൽ ഇരുന്ന് പണ്ടത്തെ സിനിമകൾ ഇപ്പൊ കാണുമ്പോ എന്താ തോന്നുന്നത്? ഞാൻ എന്റെ പിന്നെ സിനിമ ഞാൻ കാണൂല. ഞാൻ ഹണിബി 2.5 ഞാൻ എന്താ തിയേറ്ററിൽ പോയിട്ട് ഞാൻ ഇന്റർവെല് വരെ തികച്ചില്ല. അതിനു മുമ്പേ ഇറങ്ങി വന്നിട്ട് അവരോട് ഓടിക്കോ. എനിക്ക് എന്നെ സ്ക്രീനിൽ കണ്ടോണ്ടിരിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് എന്നെ തീരെ സ്ക്രീനിൽ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. പിന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. ഇപ്പൊ എനിക്ക് ഭയങ്കര ചലഞ്ച്. ഇപ്പൊ ഞാൻ രസമുണ്ടല്ലോ ഡയറക്ടേഴ്സ്. ഞാൻ JSK കഴിഞ്ഞിട്ട് ചെയ്യുന്ന എല്ലാം എന്റെ ഫ്രണ്ട്സിന്റെ പടം തന്നെയാണ്. ഇവരുടെ കൂടെ സ്ക്രിപ്റ്റിലും ഞാൻ കുറച്ചുകൂടി ഇവരെ ഒപ്പം ഇരിക്കാൻ തുടങ്ങി. ഡയറക്ടേഴ്സിന്റെ കൂടെയും റൈറ്റേഴ്സിന്റെ കൂടെ ഒക്കെ ഇരുന്ന് എന്റെ ക്യാരക്ടർ എന്താന്ന് പഠിച്ച് അങ്ങനെയൊക്കെ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇതൊക്കെ വന്നിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ അതേ പറഞ്ഞത്, നമ്മള് പഠിച്ച് വരുന്നുണ്ട് തോന്നുന്നു. ഇപ്പൊ നമ്മളിപ്പം ഇപ്പൊ ആക്ടിങ് ഒരുപാട് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഒബ്സർവ് ചെയ്യും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്ന ഒരു ആക്ടർ ചോദിച്ചാൽ ആരായിരിക്കും? സിംബുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര സിംബു ഫാനാണ്. ഉണ്ട് ട്ടോ, എവിടെയോ കാണാനും എവിടെയൊക്കെയോ ഉണ്ട്. ചുമ്മാ നീ ഞാൻ ഭയങ്കര സിംബു ഫാനാണ്. ഇടയ്ക്കാണെങ്കിൽ കുറെ കോമഡി ഒക്കെ അടിക്കുമെങ്കിലും എനിക്ക് പുള്ളിയുടെ പേഴ്സണാലിറ്റി ഒക്കെ കാര്യം എനിക്ക് കോളേജ് തൊട്ടേ പുള്ളീനെ ഒരു ഇച്ചിരി, എനിക്ക് പുള്ളിയുടെ സിനിമകളും ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ? പുള്ളിയുടെ എനിക്ക് എല്ലാ പടങ്ങളും. സിംബുയുടെ എനിക്ക് ഏറ്റവും ഫ്ലോപ്പ് പടം വരെ ഞാൻ അന്ന് DVD വാങ്ങിച്ചിരുന്ന് കാണുമായിരുന്നു. എനിക്ക് ഇയാളെ കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കോളേജിൽ എന്റെ ഒരു വിചാരം, ഓക്കെ ഇതേ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ പിടിച്ച് കോളേജിൽ പോണോന്നൊക്കെ ഓർത്ത ഒരു ആക്ടറാണ്. എന്നിട്ട് കോളേജിൽ ആറ്റിറ്റ്യൂഡ് പിടിച്ച് പോയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ കൂകൂലല്ലേ. എനിക്ക് ഒന്നാമത് ഫ്രണ്ട്സ് കോളേജിൽ പഠിക്കുമ്പോ എന്റെ ഒരു ഗ്യാങ് അല്ലാതെ വേറെ ആർക്കും എന്നെ കണ്ണെടുത്താ കണ്ടുവിടായിരുന്നു.
ഒരു ഉപകാരവും ഇല്ല കൊണ്ട് പഠിക്കത്തില്ല, ആർട്സിലില്ല, ഒരു കാര്യത്തിലും ഇല്ല. കുറച്ച് പേര് ദോഷം കോളേജിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരാളറിയാം. അപ്പൊ കൊറേ നാളൊക്കെ നമുക്ക് കോളേജ് എന്റെ വേറൊരു ഫ്രണ്ടൊക്കെ ആണെങ്കിൽ അവനെ ഏത് സിനിമ കാണുന്ന ആ സിനിമയിലെ ഹീറോ ആയിരിക്കും അവൻ പിറ്റേ ദിവസം കോളേജിൽ. ഞാൻ പിന്നെ ഒറ്റ ഒരാളെ ആറ്റിറ്റ്യൂഡൊക്കെ പിടിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ സിംബു ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പുള്ളി ഇടയ്ക്ക് ഭയങ്കര ഹെവി വെയിറ്റ് ഒക്കെ, പിന്നെ പുള്ളി ഭയങ്കര ആ പുള്ളിയുടെ ഡെഡിക്കേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും സിംബു ഒരു സമയം ഒരുമിച്ച് രക്ഷപ്പെടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞങ്ങളുടെ ഹാർഡ് വർക്ക് കാണുമായിരിക്കും. അപ്പൊ ഇപ്പൊ കോളേജ് ലൈഫിനെ പറ്റി ഒക്കെ പറഞ്ഞല്ലോ. അപ്പൊ കോളേജില് ആസിഫ്ക പഠിച്ച സെയിം കോളേജിൽ തന്നെയാണ് ഇക്ക പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പം ആസിഫ്ക ആ സമയത്തൊക്കെ ഭയങ്കര ഹിറ്റായി വന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പം എല്ലാവരും നോക്കുമ്പോ ആസിഫ്കയുടെ ബ്രദറാണ് അവരുടെ കൂടെ പഠിക്കുന്നത്. അപ്പം ഇക്കാക്ക് തന്നെ ഇപ്പൊ എന്റെ ഇക്കയാണ് ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന മനസ്സിലായി, കാര്യം മനസ്സിലായി. പക്ഷെ എന്റെ ഇക്കയാണ്. അപ്പൊ എല്ലാവരുടെ മുന്നിൽ ഭയങ്കര ഒരു അടിപൊളി ഫീൽ അല്ലേ അത്? അയ്യോ, പക്ഷെ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോ ഉണ്ടല്ലോ എനിക്ക് കാര്യം മനസ്സിലായി, ഉള്ളടക്കം എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മുടെ സീനിയേഴ്സ് ഒക്കെ ആണേലും നമ്മളോട് ഓവർ കുറച്ച് ആയിട്ടില്ല. ഇവനിനി എങ്ങാനും മനസ്സിലാ തോന്നലുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു എൻ്റെ അടുത്ത്. ഞാൻ പിന്നെ എന്നെ എവിടെ കൊണ്ടിട്ടാലും ഞാൻ ജീവിക്കും. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സോപ്പൊക്കെ ഇട്ട് കുറച്ച് ചാടകം കാണിക്കുന്ന അടുത്ത് ചാടകം കാണിച്ച് ഞാൻ വേറെ കാര്യം ടീച്ചേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഒരു പാവം, അവ പഠിക്കൂല, വേറെ ഗുണമൊന്നുമില്ല, പക്ഷെ ഇത്രയും ഒരു പാവം പയ്യൻ വേറെ ഇല്ലെന്ന് എന്നെ പറ്റി ഇപ്പോഴും പറയും. എന്നാ കാണിക്കേണ്ട തരികടകളെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ഗേൾ ഫാൻസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? എവിടെ? അല്ല മൊത്തത്തില് ഇല്ല, സത്യമായിട്ടും ഇല്ല. എനിക്കറിയില്ല. എന്റെ സിനിമ ഇറങ്ങിയിട്ട് നിങ്ങൾ ആരെങ്കിലും എന്റെ സിനിമ കണ്ടിട്ടുണ്ടോ? സത്യമായിട്ടും കണ്ടിട്ടുണ്ട്. നോക്കാം, നമുക്ക് ഇനി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ അതിനെപ്പറ്റി കാക്ക എന്താണ് പറയാനുള്ളത് ഒരു വാക്കിലൊന്നും നിർത്തരുത്, കുറച്ചും കൂടെ പറയണം കേട്ടോ. ഓക്കെ. അസ്കറിന്റെ അടുത്ത് ഞാൻ കാണിക്കുന്ന ഒരു തലതിരിവ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്, ഒന്ന് അവന്റെ ഏജിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. ഇപ്പൊ ബാലു വർഗീസ് ആയാലും ഗണപതി ആയാലും അർജുൻ അശോകൻ ആയാലും എല്ലാം എന്റെ അനിയന്റെ ഏജിലുള്ള ആളുകളാണ്. ഓക്കെ, പക്ഷെ ഇവരോടൊന്നും കാണിക്കുന്നതിന്റെ 4/1 ഫ്രീഡം ഞാൻ അവന് കൊടുക്കാറില്ല. ഓക്കെ, ഇപ്പോഴും ഞാൻ കയറി വരുമ്പോ അവൻ അറിയാതെ എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ട് ഞാൻ ഉള്ളിൽ ചിരിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ പുറത്ത് കാണിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ അവൻ കാണിക്കുന്ന തലതിരിവ് ഇപ്പോഴും എന്നോട് ബഹുമാനം കാണിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. അത് തന്നെയാണ്, പുള്ളിനെ കാണുമ്പോ ഞാൻ എപ്പോഴും എഴുന്നേറ്റ് ഇരിക്കും. പക്ഷെ അത് നമുക്ക് ചെറുപ്പം മുതലുള്ള ഒരു ശീലമാണല്ലോ. മുതിർന്നവർ വരുമ്പോൾ നമ്മൾ ബഹുമാനിക്കൂലോ. അല്ല, അത് സ്വാഭാവികമായിട്ട് ഞാൻ എഴുന്നേറ്റ് പോകുന്നത്. എനിക്ക് ഒന്നാമത് ഭയങ്കര കാര്യമാണ്, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര റെസ്പെക്റ്റുമാണ്. അതൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്റെ ഒക്കെ അല്ലേ? ഈ വീഡിയോ മുന്നേ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിരുന്നു.